പണ്ഡിറ്റിനെ നമ്മൾ അങ്ങനെ കുറ്റം പറയല്ല. പണ്ഡിറ്റിന്റെ സിനിമ ആയതുകൊണ്ടായിരിക്കാം. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ ലൊക്കേഷനിൽ നിന്ന് ചീത്ത പറഞ്ഞ ഒരു സമയത്ത്, അല്ലാതെ ഇന്ന് ഞാൻ മാപ്പിളപ്പാട്ടിലെ രാജാവ് ഞാനാണ്, ബാദുഷ് ഞാനാണ്, ഇളമറത്തുമ്പല ഞാനാണ്, ഇന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ ഒരു നാട്ടിൽ എത്രത്തോളം നമുക്ക് ഹേറ്റേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും എന്നുള്ള നിങ്ങൾക്കറിയാം. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇന്നെ കലാപരമായ ഷാനിഫയൂരിൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. അത് ഷാനിഫ് എത്തേണ്ടോടത്ത് എത്തേണ്ടത്. ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഷാനിഫ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ക്യാമറ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിരിച്ചിട്ട് ഭ്രാന്തായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴേ വന്ന് എന്തിനാ ഒന്നിനുല്ല വെറുതെ ചോദിച്ചതാ എപ്പോഴേ വന്നതെന്ന് അറിയുവാൻ. ഈ പാട്ട് 15 വർഷം മുന്നേ ഇറക്കി. ഇതിൽ നിന്നും ഒരു പാട്ട് ഉണ്ടായിട്ടുണ്ട്. തിങ്കളാഴ്ച പാട്ടിന് ലക്ഷങ്ങൾ പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. എനിക്ക് പല അറിയോ, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലത്തെ മെസ്സേജ് ഞാൻ ഇന്നലെ ആഷിഫ് ഖാനെക്കൂടെ നോക്കി. ചാനലൊക്കെ പോയി അറിയാണ്ട് എൻ്റെ 55,000 സബ്സ്ക്രൈബർ ചാനൽ എങ്ങനെ കൊണ്ടുവരേണ്ടത് അറിയാണ്ട് അവർക്ക് പോയി. ഇങ്ങനെ ചെയ്താൽ ഈ വഴി പോയി കഴിഞ്ഞാൽ എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റിട്ടേൺ എന്തെങ്കിലുമൊക്കെ കിട്ടും, പേരും ഇൻസ്പിറേഷൻ കിട്ടും എന്ന് എനിക്ക് പറഞ്ഞു തന്നു ഗാലറി വിഷൻ. അത്രയും കാലം ആൽബം ചെയ്ത്, ഡയറക്ഷൻ ചെയ്ത്, സ്ക്രിപ്റ്റ് ചെയ്ത്, പാട്ട് പാടി, അഭിനയിച്ചൊക്കെ ചെയ്തിട്ട് സിനിമയിലേക്ക് മാറുമ്പോൾ ഷാനിഫയൂർ ശരിക്കും മാറിയിട്ടുണ്ടോ? ഉണ്ട്. നമുക്ക് സിനിമ വേറൊരു സ്റ്റൈലല്ലേ, നമ്മളെല്ലാവരും എത്തിപ്പെടാനും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നൊരു മേഖലയല്ലേ. ഞാൻ 15ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായ വേഷങ്ങളൊക്കെ. ലാസ്റ്റ് വർക്കിലുണ്ട്. ഇപ്പം ലാസ്റ്റ് ഞാൻ അഭിനയിച്ച സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങിയത് മദർ മേരി. വിജയ് ബാബു ആണ് നായകൻ. വിജയ് ബാബുവിൻ്റെ ഓപ്പോസിറ്റ് വില്ലൻ നല്ലൊരു ക്യാരക്ടറായിരുന്നു അതിൽ ഞാൻ ചെയ്തത്. ഷൗക്കത്ത് വണ്ടൂർ അതിൻ്റെ കൺട്രോളർ. കഴിഞ്ഞ വർഷമായിരുന്നു അതിൻ്റെ റിലീസ്. കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. എത്ര സിനിമ ഉണ്ടായി മൊത്തത്തിൽ ഇപ്പം അഭിനയിച്ചത്? ഏകദേശം ഒരു 15 സിനിമകളും ഞാൻ അഭിനയിച്ചത് റിലീസായിട്ടുണ്ട് തിയേറ്റർ. വർക്കിയിലൊക്കെ നല്ല വർക്കിയിൽ കുഴപ്പമില്ലാത്തൊരു ഉണ്ടായിരുന്നില്ല. അത് നല്ലൊരു അതിലും ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ട്. സിനിമാ ബന്ധങ്ങൾക്ക് കുറവൊന്നുമില്ല. സിനിമാ ബന്ധങ്ങൾ ഇപ്പോഴും കൊച്ചിയിലുള്ള നമ്മളെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂ ജെൻ ആയിട്ടുള്ള മാക്സിമം സിനിമാ സഹപ്രവർത്തകരായിട്ട് ഇപ്പോഴും പേഴ്സണലി ബന്ധങ്ങളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കാണും, നമ്മൾ ഇരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ പോലും സിനിമ എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പോണ ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് നമ്മളെ കലാജീവിതവും നമ്മളെ പാഷനും അതേ പ്രൊഫഷനും രണ്ടും ഒരുമിച്ച് പോകണമെങ്കിൽ പോലും ഇന്നൊരു പക്ഷേ ഞാൻ പറയണേ, എനിക്കൊരു 3 ലക്ഷം റുപ്യ ഇന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്തേക്ക് പോകും. കാരണം 1 ലക്ഷം റുപ്യ വൈഫിനും കൊടുക്കും, 1 ലക്ഷം റുപ്യ ഉമ്മാക്കും കൊടുക്കും, ബാക്കി 1 ലക്ഷം റുപ്യ ബാഗിട്ട് ഞാൻ കൊച്ചിയിലേക്ക് കയറി കഴിഞ്ഞാൽ കാരണം സേഫ് സോണാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ കൊച്ചിയിലേക്ക് കയറുമ്പോൾ ഇവിടെ എന്താ വരുന്നത്, ട്രാക്ക് മാറാൻ പാടില്ല. ഞാൻ പോയി വരുമ്പോഴേക്കും ഇവിടെ ഒരു വിഷയം ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് അങ്ങനെ ഫാമിലി കാഴ്ചപ്പാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് 3 ലക്ഷം റുപ്യ ഒന്നും ഒരാളെ കടം വാങ്ങാതെ അല്ലെങ്കിൽ കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു 3 ലക്ഷം എനിക്ക് ആയിക്കഴിഞ്ഞാൽ ഞാൻ നേരെ കൊച്ചിയിലേക്ക് പോയി എനിക്കവിടെ എല്ലാം ഉണ്ട്. ഈ 1 ലക്ഷത്തിൽ പോണത് അവിടെ ചിലവാക്കാനല്ല, വീണ്ടും നമ്മൾ ഫാമിലിക്ക് എന്തെങ്കിലും വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ പോലും അവിടെ എനിക്ക് പോകാൻ, താമസിക്കാൻ, സിനിമയുടെ പിന്നിൽ പോകാൻ ഒരു 100 വാതിൽ മുട്ടിക്കഴിഞ്ഞാൽ ഒരു 10 വാതിൽ എനിക്ക് വേണ്ടി തുറന്നു എന്നുള്ളത് എനിക്കിപ്പോൾ ഉറപ്പാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ എത്തിപ്പെടണമെങ്കിൽ ഈ ഒരു ബേസ്. ഷാനിഫയൂരിൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. അത് ഷാനിഫ് എത്തേണ്ടോടത്ത് എത്തേണ്ട ചെയ്യും. അതിപ്പോൾ ഒരു വിവാദമായിട്ടുള്ള ഒരു പോസ്റ്ററിലൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ അഭിപ്രായത്തിലൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഷാനിഫ് എത്തേണ്ടോടത്ത് എത്തുമെന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ കേട്ടിട്ടുള്ള ഈ 3 ലക്ഷം റുപ്യൻ്റെ ആ ഒരു വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ആരാ നമ്മൾ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് മതി. ഷാനിഫയൂർ ആരാണെന്ന് ചോദിച്ചാൽ ആ കുടുംബം, ഉമ്മ, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും എൻ്റെ ഉമ്മയും ബുദ്ധിമുട്ടരുത്, ആരെ മുന്നിലും തലകുനിക്കരുത്. അവിടെ നിങ്ങളെ തൻ്റെ ഇടം അത് നിങ്ങളെ സ്വന്തം തന്നെയാണ്. ഷാനിഫ് ഉണ്ടാക്കിയെടുത്താണ്. പ്രായം കൊണ്ട് ഞാൻ നിങ്ങളെ
മൂത്തതാണെങ്കിലല്ല, എൻ്റെ മൂത്തതാണെങ്കിലും ഞാൻ റെസ്പെക്ട് അങ്ങനെ പറയല, റെസ്പെക്ട് ചെയ്യും. താടിയൊക്കെ നിരപ്പിച്ച് സുബ്രതീവ് നവാസിദൂരെ കൂടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ലുക്ക് ഞാൻ നോട്ട് ചെയ്യുന്ന ഒരാളാണ്. താടിയുള്ള ലുക്ക് കാണുമ്പം എനിക്ക് വില്ലനായിട്ട് തോന്നും. നല്ലൊരു നമ്മളുടെ ഉള്ളിലൊക്കെ ഡയറക്ടർ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക റൈറ്റർമാരുണ്ട്, നമ്മൾ എന്ത് സ്വപ്നം കാണാമല്ലോ നമുക്ക്. അതിലിങ്ങനെ ഓരോരുത്തരുടെ മുഖം കാണുമ്പം പിന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ എന്നോട് സംസാരിക്കണതിൽ പെട്ട ഒരാളാണ്. അവൻ്റെ മുഖം കാണുമ്പോൾ ഒരു വില്ലനിസം. ചില മറ്റേ ഒരു പാട്ടുണ്ട് എന്താണ് എപ്പോഴേ വന്ന് എപ്പോഴേ പോയി എന്നുള്ള, അതിനകത്ത് പക്കാ കോമഡിയാണ്. പൊന്നാര ചങ്ങായിമാളെ തെരഞ്ഞോളി, ഈ തിങ്കളാഴ്ച പാട്ടൊന്നും ഒന്നുമല്ല, ഈ തിങ്കളാഴ്ച പാട്ടൊന്നും ഒന്നല്ല ഒരു വട്ടം, ഈ തിങ്കളാഴ്ച പാട്ട് ഒന്നുമല്ല 2 വട്ടം, 3ാമത്തെ വട്ടം പറയാണ് എപ്പോഴേ പോയി എപ്പോഴേ വന്നെന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്. കുറേ കൊല്ലങ്ങൾക്ക് മുന്നുള്ള പാട്ടാണ്. ട്രോളാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് കാച്ചിക്കോളി, ഒളിപ്പിച്ച് വെച്ചതാണ്, തപ്പി തെരഞ്ഞെടുത്തോളി. അത് പുറത്ത് വന്നാൽ കുറേ ആൾക്കാർ ചിരിക്കും, ആസ്വദിക്കും, നിങ്ങൾ ട്രോളും. സത്യമാണ് പറഞ്ഞത്. റേഞ്ച് പാട്ടല്ലേ, അതിലെനിക്ക് കുറേ കോമിക് ആക്ഷൻ വന്നത് നിങ്ങളെ കിണ കണ്ടിട്ടാണ്. നമ്മൾ തമ്മിൽ ബന്ധമുണ്ടല്ലോ. അങ്ങനല്ല, കിണു എപ്പോഴും രണ്ടാണ്. പക്ഷെ നിങ്ങള് ഉണ്ടാക്കുന്ന കുറെ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറ്റൂ. അങ്ങനത്തെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. മാപ്പിളപ്പാട്ടിൽ അല്ലെങ്കിൽ കലാജീവിതത്തിൽ ഇപ്പം മണിച്ചേട്ടൻ ഒരു വേറൊരു വെർഷനാണ് അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ട് എന്ന് പറഞ്ഞ പോലെ. മാപ്പിളപ്പാട്ടിൽ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് രസിക്കപ്പെടുന്ന പാട്ടുകൾ ഉണ്ടാക്കണമെങ്കിൽ ജലാൽ മാഗ്നസ് വേണം. ഞാൻ പലപ്പോഴും പല മേഖലയിൽ ഇരിക്കുമ്പോൾ പറയുമല്ലോ, കാരണം അതൊന്നും മറ്റുള്ള പാട്ടുകാർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത കുറേ സംഭവങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് പറ്റും. അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ഒരു സംഭവമാണ് ഷാനി ഫൈരൂർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ലാസ്റ്റ് ഒരു സാധനം ഇറങ്ങില്ലേ, ലാസ്റ്റ് ഒരു സംഭവം ഇറങ്ങില്ലേ, സാധനല്ലേ 501 ബാർ സോപ്പുണ്ട് ഞാൻ കേൾക്കും. അതൊക്കെ ആർക്കും ഏതാ പറ്റുക പറയും. വർക്കിനോടുള്ള ഇഷ്ടമാണ്. ആളുകള് നമ്മളൊരു പാട്ട് ഇറക്കുമ്പോൾ അതിൽ ഒരു കുറച്ചൊന്ന് ഇഷ്ടപ്പെടണം, എൻജോയ് ചെയ്യണം, അവരതിനെ കുറിച്ച് പറയണം. കുറേ ആൾക്കാരുടെ സന്തോഷം കാണാൻ. നിങ്ങളെ കിണ് ഓർമ്മയുണ്ടെന്നറിയില്ല, നമ്മൾ വർക്കലയിൽ കല്ലമ്പലം ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പാണത്. അന്നൊക്കെ ഞാൻ പാടാൻ വന്നല്ലേട്ടാ, അന്ന് ആ വർക്കിന്റെ കോർഡിനേഷൻ ഞാനായിരുന്നു. സലീമിനെറ്റ്, സലീം കോടത്തൂര്, ഇങ്ങള്, പിന്നെ അല്ല അത് അല്ല ചില ഒരു പാടത്തായിരുന്നു കുറെ. അന്നുണ്ട് നിങ്ങള് അന്നൊക്കെ ഞാൻ ലൈവ് ഷോ ഉണ്ടല്ലോ കിണ് പാടിയിട്ടുള്ള ആ ഒരു സാധാരണ കിണിന്റെ ടൈം ലെങ്ത് അല്ലല്ലോ നിങ്ങൾ പാടുക, അതിന് പൊട്ടിക്കോലോ. അന്ന് ഉണ്ടാക്കിയ ഓളൊക്കെ ഞാനിങ്ങനെ സ്റ്റേജിന്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇയാളെ പാട്ടിന്റെ വെറൈറ്റി. അത് അങ്ങനെ കരുതിയാൽ മതി. അതിന്റെ ബാക്കാണ് ഈ തിങ്കളാഴ്ച പാട്ടും ഈ എപ്പോഴേ വന്നൊക്കെ. ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ ഓർമ്മയിൽ ആ ഷോ ഉണ്ട്. പിന്നെ സലീമിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ വർക്കല ഭാഗത്താണ് അന്ന് പരിപാടി ചെയ്തത്. അന്നത്തെ പേടി എന്താ വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള പാട്ടുകാരൊക്കെ വേറെ കുറേ കഴിവുകളുള്ളവരാണ്. നമുക്ക് ആകെ കിട്ടുന്നത് ഒരു പാട്ട് 2 പാട്ട്, അതിൽ നമ്മൾ പേരെടുത്തിട്ട് വരണം. തരുന്ന പൈസയൊക്കെ നമ്മൾ റിട്ടേൺ കൊടുക്കണ്ടേ. അതിൽ കിണു പാടുമ്പോൾ അന്ന് ഉപയോഗിച്ചൊരു ഐഡിയ ആണ്, എന്താണോ കാണുന്നത് അതൊക്കെ സ്പോട്ടിൽ ഞാൻ പാടാൻ പറ്റിയില്ലെങ്കിൽ 10,000 തരും, മൊബൈലിൽ 1,00,000 തരും. അവിടെ അത് വിജയിച്ച് വരണം എന്നുള്ള, കാരണം നമ്മളെ വളർത്താനോ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ വേറെ ആരുമില്ല, പഠിച്ചോനല്ലാതെ ഇല്ല. അപ്പം നമ്മൾ അവിടെ ആ ഒരു വീറും വാശിയും നമ്മൾ സ്റ്റേജിൽ കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പാടി വരും എന്നുള്ളതാണ് അന്നത്തെ ആ ഒരു. അതിനൊക്കെ ഇൻസ്പിറേഷനാണ് ഷാനി ഫൈരൂർ. ഭയങ്കര സന്തോഷമായി ശരിക്കും പറയുകയാണെങ്കിൽ. ലൈക്ക് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഷാനിഫ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ക്യാമറ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിരിച്ചിട്ട് ഭ്രാന്തായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മൾ തുടങ്ങാണ്. നമുക്ക് ആ എപ്പോഴേ വന്നെന്നുള്ള പാട്ടൊന്ന് കേൾക്കും. എപ്പോഴേ വന്ന് ഏകദേശം 15 കൊല്ലം മുമ്പത്തെ സംഭവട്ടാ. ഈ സമയത്ത് സോഷ്യൽ മീഡിയ വന്നപ്പോ ഒന്ന് എന്തോ ട്രോളില് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഷാനിഫിനെ എല്ലാവരും തിരയുന്ന കൂട്ടത്തിൽ ഷാനിഫിന്റെ വേറൊരു വൈറൽ ഹിറ്റ് കൂടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ തിങ്കളാഴ്ച പാട്ടിനേക്കാളും കൂടുതൽ ട്രോളാനും നല്ലോണം എയറിൽ പോകാനും സാധ്യതയുള്ള ഒരു പാട്ടാണ്. പക്ഷെ നിങ്ങളത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങളെ ചങ്കൊക്കെ ട്രൗസർ ഇട്ടിട്ട് അതിലുള്ള ആളെ പറയണില്ല. പാടാം. എപ്പോഴേ വന്ന് എന്തിനാ ഒന്നിനുമില്ല വെറുതെ ചോദിച്ചതാ അറിയുവാൻ
അറിയുവാൻ അറിയുവാൻ. അറിയുവാൻ. ഈ പാട്ട് 15 വർഷം മുന്നേ ഇറക്കി. ഇതിൽ നിന്നും ഒരു പാട്ട് ഉണ്ടായിട്ടുണ്ട്, ക്രിസ്തമോൾ ക്രിസ്തമോൾ. ക്രിസ്തവ- ആ ആ പാട്ട് പാട്ട് കേട്ടപ്പോ ഞാൻ സത്യം ഇല്ലേ? ആലോചിച്ചിരുന്നു ഇങ്ങനെ ഒരു സാധനം. അപ്പൊ അതിൽ അത് കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ പ്രചോദനമായതായിരിക്കാം, അതെ. അല്ല അറിയാതെ വന്നതായിരിക്കാം എന്നുള്ളതാണ്. ഈ പാട്ട് ഇറങ്ങുമ്പോ നമുക്ക് അന്ന് ഇതൊന്നും ഇല്ലല്ലോ. അന്ന് സി ഡിക്ക് തോന്നുന്നു, അന്ന് ഓരക്കേസറ്റാ സംശയം തോന്നുന്നത് സി ഡിയാ. നല്ലോണം പഴക്കണ്ട്. ആ സമയത്തുള്ള ഇത് ഇങ്ങനെ ഒരു സംഭവം ഷെഫീർ പുത്തമ്പള്ളി. അത് രസം എന്താ വെച്ചാല് ഞാൻ ആലോചിക്കുന്ന വെച്ചാല് ഈ ഷെഫീർ പുത്തമ്പള്ളി എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ട് നമ്മളവിടെ. ഓനൊക്കെ അസാധ്യ സിംഗറാ. ഓനൊക്കെ അസാധ്യ സംഗീതത്തെ കലക്കി കുടിച്ചു. ഇലക്ഷന്റെ പാട്ട് ഇപ്പൊ പാടാൻ പോയിട്ട് പോലും എന്നോട് പറയും അവിടെ സംഗതി നോക്കണേ. ഞാൻ പറയും എന്ത് സംഗതി നോക്കണേ? അങ്ങനത്തെ മ്യൂസിക് പാട്ടുകാരനാണ് ആള്. ആ ആളന്ന് അപ്പൊ ഞാൻ ആലോചിക്കുന്ന വെച്ചിട്ടേ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു മോഹം ഉണ്ടല്ലോ, പാട്ട് പുറത്തേക്ക് ഇറങ്ങാനും അഭിനയിക്കാനുള്ള ഒരു മോഹം. ഞാനിങ്ങനെ ആലോചിക്കും, ഇങ്ങനെയൊക്കെ സ്റ്റാൻഡേർഡായിട്ട് മ്യൂസിക് ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ സംഗീതത്തെ കലക്കി കുടിച്ച ആളൊക്കെയാണ് ആ പാട്ട് അന്ന് പാടിയത്. തീർച്ചയായിട്ടും അത് ആഗ്രഹമാണ്. എവിടെ എത്തൻ്റെ ഗായകനെ ഇരുന്നിട്ടാ അന്ന്. ഇന്നും ആള് ഫീൽഡിലുണ്ട്. സോ ഞാൻ പറയണ്ട, പക്ഷെ ഇപ്പൊ പറയാൻ തോന്നുന്നു. കാരണം വെച്ചാല് ആ പാട്ടിലൊക്കെ അയാൾ പാടുമ്പോഴേ ഇതിപ്പോ ഇന്ന് ട്രോളൊന്നും അറിയില്ലല്ലോ. ഇന്ന് ചിലപ്പോൾ ആ ട്രോള് കണ്ടു കഴിഞ്ഞാൽ ഷെഫീർ പുത്തമ്പള്ളി കാണിക്കുമ്പോൾ ഷാനിഫ ചിലപ്പോൾ കാണിക്കണ്ടെന്ന് ഓൻ പറയുമായിരിക്കും. കാരണം സംഗീതം വേറെ മൂടായിരിക്കും. ശാസ്ത്രീയമായിട്ട് പഠിച്ച് അതിനെ വേറെ തന്നെ ഒരു മേഖലയിൽ കൂടെ കൊണ്ടു നടക്കുന്നത്. അതെ അതെ. ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഫാമിലി, വൈഫ്, ഉമ്മപ്പ, മക്കള് 4 പേര്. എത്ര വയസ്സ് മൂത്താക്ക്? മൂത്താള് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കണം, പെൺകുട്ടി. 2ാമത്തെ ആൺകുട്ടി, 3ാമത്തെ പെൺകുട്ടി, 4ാമത്തെ പെൺകുട്ടി. 3 പെൺകുട്ടിയും 1 ആൺകുട്ടിയും. ഫീൽഡിലേക്ക് വന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ കല്യാണം കഴിക്കുന്നത് എൻ്റെ അമ്മായിമ്മൻ്റെ ഫാനായിരുന്നു. ആ പാട്ടായിരുന്നു എൻ്റെ സ്വന്തം പെണ്ണല്ലേ. എൻ്റെ ഫാനാണ് ഓൾറെഡി എൻ്റെ അമ്മായിമ്മ. അപ്പോൾ അങ്ങനെയാണ് അറേഞ്ച്ഡ് മാരേജ് ആണ്. പെണ്ണ് കാണുമ്പോൾ നമ്മൾ പോയി. ഇപ്പം നമ്മളെ ഈ ഫീൽഡിൽ ഏത് മേഖലയിലേക്ക് പോയാലും ഓരോ സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് അൽഹംദുലില്ലാ. എൻ്റെതാണെങ്കിലും വൈഫാണെങ്കിലും കുട്ടികളാണെങ്കിലും സോ വൈഫ് ഹൗസ് എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ട്. സപ്പോർട്ടിന് ഒരു കുറവില്ല. സപ്പോർട്ടൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും, അമ്മോശം കാക്കയാണെങ്കിലും അമ്മാമ്മയാണെങ്കിലും ഒക്കെ പാട്ടിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഫാമിലിയാണ്. അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ അതിൻ്റെ കൂടെ ഈവൻ എൻ്റെ ഒരു പ്രൊഫഷൻ, ഞാനൊരു ഫാർമസിസ്റ്റാണ്, ഒരു B.Pharm സ്റ്റുഡൻ്റാണ്. അപ്പോൾ മെഡിക്കൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ജോലി അപ്പുറത്തുണ്ട്, ഇത് കലാജീവിതം ഇപ്പുറത്തുണ്ടത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ലൈഫ്. 500 പാട്ടുകൾ, 1000 ഡയറക്ഷനുകൾ, ഒരുപാട് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള വർക്കുകൾ, സിനിമ, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഭയങ്കരമായിട്ടും ബഹുമാനം തോന്നുന്ന, ഒരു സല്യൂട്ട് തരാൻ തോന്നുന്ന ഒരു കലാകാരനാണ് നിങ്ങൾ. കാരണം ബേസിക്കലി നിങ്ങളെ ജോലി, കാരണം അത് ഒരുപാട് ആളുകൾക്ക് അറിയില്ലായിരിക്കാം. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഫാർമസിസ്റ്റ്, B.Pharm മെഡിക്കൽ ഡ്യൂട്ടി ഒക്കെ ആയിട്ട് ഇങ്ങനെ. നമ്മൾ പുറത്ത് ഇപ്പോൾ ഒരു പാട്ട് മാത്രമാണ് ജനങ്ങൾ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ അഭിനന്ദിക്കാം, ചീത്ത പറയാം, തെറി പറയാം, ട്രോളാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്കൊരു വ്യക്തിത്വമുണ്ട്, കാഴ്ചപ്പാടുമുണ്ട്. അത് തന്നെയാണ് ലൈഫിലെ വിജയം. അതാരും ബോധ്യപ്പെടുത്തണം എന്നൊന്നുമില്ല, അല്ലേ? അങ്ങനെ ബോധ്യപ്പെടുത്തണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തളരും. ആരും ബോധ്യപ്പെടുത്താണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ എത്തേണ്ടടുത്ത് പഠിച്ച് നമ്മൾ എത്തിക്കുക ചെയ്യും. ആരൊക്കെ പിടിച്ച് വലിച്ചിട്ടാലും തൽക്കാലം ഒന്ന് വീണ് വരും. പക്ഷേ ആ പിടിച്ച് വലിച്ചിട്ടത് 1 മാസത്തേക്കാണെങ്കിൽ കാലാകാലത്തേക്ക് നല്ല ഹൈയിൽ പോകാൻ വേണ്ടിയിട്ട് പടച്ചോൻ ബലൂണ് നൂൽമൊന്നും മിട്ടായി വിട്ടുതരും. അന്നേരം ആർക്കും പിടിച്ച് വലിച്ച് താഴത്തേക്ക് ഇടാൻ പറ്റില്ല. എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തും. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് പണ്ഡിറ്റിൻ്റെ സിനിമയിൽ ഒരു സമയത്ത് അന്ന് അല്ല, ഷാനിഫ് അഴിയൂർ എന്ന് പറയുന്ന കലാകാരൻ എവിടെയൊക്കെ എത്തണ് എന്നുള്ളതല്ല, ഏതിലൊക്കെ പങ്കെടുക്കുന്നു, ഏതിൻ്റെയൊക്കെ ഭാഗമാവണം എന്നുള്ളതാണ്. പണ്ഡിറ്റിൻ്റെ സിനിമകൾ തിയേറ്ററിൽ വന്നതാണ്, അല്ലേ? ആ സിനിമയ്ക്കകത്ത് ആ ഒരു സംഘടന ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിനയമോഹം. അത് മെട്രോ ടൂറിസമാണ് അന്നത്തെ അവിടുത്തെ ആസ്ഥാനം, അല്ലേ? നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നിരിക്കണതിൻ്റെ ഉത്തരം അത് തന്നെയാണ്. മൂപ്പരന്ന് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് പാകിസ്ഥാൻ കോളനിയിലായിരുന്നു ഷൂട്ട്. കോഴിക്കോട് പാകിസ്ഥാൻ കോളനി അന്നുണ്ട്, ഇന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. TS ബാബു ആണ് അതിന് കാരണം. ബംഗ്ലാദേശ് കോളനിയാണ്, പാകിസ്ഥാൻ കോളനി എന്നാണെന്ന് എനിക്ക് ഡൗട്ട്. ഞാൻ ബംഗ്ലാദേശ് കോളനി അങ്ങനെ ആയിരിക്കാം. TS ബാബു എന്നെ വിളിക്കണത് വില്ലനായിട്ട് അഭിനയിക്കാനാണ് എന്നെ വിളിക്കണത്. കാരണം ഞാൻ ആ ലുക്കിലായിരുന്നു അന്ന്. പല രീതിയിലും അന്ന് നമ്മൾ താടി വെക്കണോടെ നമുക്ക് എവിടെ
എന്ത് ചെയ്യാലോ. അപ്പം അങ്ങനെ താടി വെച്ചൊരു ക്യാരക്ടറിന് വില്ലനായിട്ട് ആ പടത്തിലെ മുഴുനീള വില്ലനായിട്ട് നമ്മളെ വിളിക്കണേ, വില്ലനായിട്ട് അഭിനയിക്കാൻ ഷാനിഫ് ഒരു ക്യാരക്ടറിന് പണ്ഡിറ്റിൻ്റെ പടത്തിലാണ് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോണത്. അഭിനയ ആഗ്രഹം മൂത്ത് തലക്ക് പിടിച്ചിട്ട് പോയി. അങ്ങനെ കഥാപാത്രമൊക്കെ പറഞ്ഞ് അന്ന് പിറ്റന്നാമൊരു ഷൂട്ട് 8 ദിവസത്തെ ഷൂട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പിറ്റന്ന കാലത്ത് പണ്ഡിറ്റിനെ നമ്മൾ അങ്ങനെ കുറ്റം പറയല്ല. പണ്ഡിറ്റിൻ്റെ സിനിമ ആയതുകൊണ്ടായിരിക്കാം 4 നായകന്മാരായിരുന്നു അതിൽ. പിറ്റന്ന ഒരു നായകന് ഇല്ല അവിടെ. പോയതാണോ ഇഷ്ടപ്പെടാണ്ട് പോയതാണോ എന്താണെന്ന് അറിയില്ല, നമ്മളതിൻ്റെ പിന്നിൽ പോയിട്ടില്ല. അപ്പോൾ ഒരു നായകൻ ഹോൾഡായി പെട്ടെന്ന്. അയാൾ വേറെ സീനൊന്നും അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഷൂട്ടാണെങ്കിൽ തുടങ്ങും വേണം. അപ്പോൾ അങ്ങനെയാണ് ഇതേ പറഞ്ഞ പോലെ ബാബുവേട്ടൻ പറഞ്ഞ് ഷാനിഫ ഈ ഒരു കാര്യം ചെയ്യാൻ താടിയൊക്കെ ഓടിച്ചിട്ട് ഒന്നുകൂടെ പോയോ എന്നിട്ട് ഇതിൽ. അപ്പോഴും ഇന്ന സമയത്തും വില്ലനായിട്ട് അഭിനയിക്കാനാണ് എനിക്ക് ആഗ്രഹം. പഠിച്ചു നോക്കുമ്പോൾ പണ്ഡിറ്റ് പറഞ്ഞ് ഓക്കെ. ആ ബന്ധം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആള് സംഭവം അതൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ മറ്റുള്ളവർ ഏത് രീതിയിൽ പണ്ഡിറ്റിനെ കാണുന്നു എന്നുള്ളതല്ല. അദ്ദേഹത്തിന് ഒരു കാര്യം ടി.എസ്. ബാബു എന്ന് പറയുന്ന കലാകാരനെ പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാബുവേട്ടൻ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ആൽബം തുടങ്ങുന്നതിന് മുൻപ് സീരിയലുകൾ മാത്രം ദൂരദർശനിലുള്ള സമയത്ത് അത് മാത്രം കോഴിക്കോട് കുണ്ടോട്ടിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ഹോം സിനിമയ്ക്ക് തുടക്കട. ആ ടൈമിൽ നമ്മുടെ മുസ്തഫ ചേളാരിയില്ലേ, ഇന്നത്തെ ഡയറക്ടർ അഭിനേതാവ് മുസ്തഫ ചേളാരി നായകനായിട്ടുള്ള ഒരു വർക്കിലേക്ക് എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടാണ് ഞാൻ പോണത്. കുറേ ആൾക്കാരെ കണ്ണും പൂട്ടിയിട്ട് എല്ലാത്തിലും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും മൂപ്പരുടെ ആ ഒരു നമ്മളോടുള്ള ഇഷ്ടം, ഒരു കലാകാരനോടുള്ള ഇഷ്ടം, വില്ലനായിട്ട് അഭിനയിക്കാൻ വന്നോടുന്നു ഈ താടിയൊക്കെ പഠിച്ചിട്ട് നായകനാവണമെന്ന് പറയുമ്പം ശരിക്കും മൂപ്പരെ കാണാൻ പറ്റി. ഇപ്പോൾ തിരൂരി അടുത്ത് പോയപ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ എൻ്റെ അടുത്ത് വന്നില്ല. ഞാൻ പുത്തൂരിലൊരു ഷോയ്ക്ക് പോയിന് അവിടെ, അന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ നമ്മളെ പിന്നിലും നമ്മളറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ടി.എസ്. ബാബു എന്ന് പറഞ്ഞ പേരെടുത്ത് പറഞ്ഞത്. കാരണം ആൽബത്തിന് ക്യാമറ വർക്കിൽ തുടക്കം കുറച്ച ആളുകളിൽ ഒരാളാണ്. അപ്പം അതിൽ എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ പണ്ഡിറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിരിച്ച് മരിക്കുക. കാരണം ഞാൻ മൂപ്പരെ വെച്ചിട്ട് ഒരു പരസ്യം ചെയ്തിട്ടുണ്ട്. അയാൾ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല, അയാൾ ഭയങ്കര വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ്. അത് അയാൾ പണ്ഡിറ്റിന് അങ്ങനെ ഒരു സിനിമ ചെയ്യാനാണ് ആഗ്രഹം. അയാളുടെ സ്ക്രിപ്റ്റും ഒക്കെ അയാൾക്ക് ആ രീതിയിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹം. ആ ആഗ്രഹത്തിനോട് എൻ്റെ അഭിനയമോഹം കൂടി ചേർന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ സൂപ്പർ സ്റ്റാർ ഒരു അനുഭവം പറഞ്ഞു. അനുഭവം നല്ലൊരു, എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ ഭയങ്കര രസം. ചില സെറ്റിലൊക്കെ നമ്മൾ പോയിട്ട് നമുക്ക് അനുഭവം ഉണ്ടല്ലോ, പക്ഷെ സെറ്റിലത്തെ ഫുഡ് പക്ക പ്രൊഫഷണൽ ഫുഡ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഇപ്പോൾ ക്യാമറ, ഇപ്പോൾ ടി.എസ്. ബാബു എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് ലോ ക്വാളിറ്റി ആവില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാവരും ടെക്നിക്കൽ പരമായിട്ട് പിന്നിലുള്ളവരൊക്കെ മേഖലയൊക്കെ തന്നെയാണ്. പക്ഷേ ആ സിനിമയുടെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് പാറ്റേൺ അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പൊതുവേ ഒരു മോശമായിട്ട് പറയാനൊന്നും, അതിൻ്റെ ആ ഒരു ബഡ്ജറ്റിൽ അദ്ദേഹം ഒരുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ്, ആ മേക്കിങ്ങിൽ നമുക്കൊരവസരം കിട്ടുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ അഭിനയിച്ചു കൊടുക്കുന്നു. പക്ഷെ അന്നും ഈ പറഞ്ഞ പോലെ പലരും എന്നെ പല രീതിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ മനസ്സിലായി. ഞാൻ ആ സിനിമ കണ്ടത് ഭാവന തിയേറ്ററിൽ കുന്നംകുളം പോയിട്ട് അഭിനയിച്ച സിനിമ ഞാൻ പോയി ഇരുന്നിട്ട് അഭിമാനത്തോടെ ഞാൻ ആ കണ്ടു. എൻ്റെ സീന് നമുക്ക് പല സമയങ്ങളും സ്ഥലങ്ങളും ചിരിക്കാനുണ്ടെങ്കിൽ പോലും ഇന്ന സമയത്തുള്ള ഇന്നൊരു വലിയ സ്ക്രീനിൽ കാണില്ല. എനിക്കിപ്പോൾ ഈ പറഞ്ഞെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ആളുകൾക്കൊരു പരിഹാസ കഥാപാത്രമാണെങ്കിലും കുറേ ആളുകൾ അയാൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, അറിവുള്ളൊരു വ്യക്തിയാണ്. പിന്നെ അതിൽ ഷാനിഫ് എന്ന് പറയുന്ന കലാകാരൻ പോയി അഭിനയിച്ചിട്ട് ഞാൻ അതിലുണ്ടായ ഒരു രസകരമായിട്ട് അനുഭവം പറയാൻ പറഞ്ഞിട്ട് പോലും അതുപോലും അദ്ദേഹത്തിനെ ഒരു മോശമാക്കുന്ന അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പോലും മനോഹരമായിട്ട് ആ ഒരു വാല്യൂ ഉള്ള ഉത്തരം തന്നു. അത് നിങ്ങളെ ക്വാളിറ്റിയാണ്. അത് പറയാനൊന്നുമില്ല. കലാസൃഷ്ടികൾ അതെപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. എന്ത് സംഭവം എന്ന് വെച്ചാലേ, ഇയാളൊക്കെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു കലാകാരനക്ക് എല്ലാ കഴിവുള്ള കലാകാരന്മാരൊന്നും ഇല്ല, പോരായ്മകളുണ്ടാവും. ചെറിയ കലാകാരനായാലും വലിയ കലാകാരനായാലും അവരാ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ചെറുതാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക. അവർ ചെയ്തു വരുന്ന ഏതൊരു കണ്ടന്റിനാണെങ്കിലും നമ്മൾ ഒരാളെ എനിക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ ഇന്നലെ കൂടി എൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആശിംകാട് കഥ പറഞ്ഞിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഇന്ന് ചില ആൾക്കാരെ ഞാൻ ഇപ്പം ഇന്ന് കാണുന്ന, നിങ്ങൾ കലാകാരനായതുകൊണ്ട് ഇന്നത്തെ ചില ആൾക്കാരാവില്ല ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച കാണാം. തീർച്ചയായിട്ടും കറക്റ്റാണ്. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ ലൊക്കേഷനിൽ നിന്ന് ചീത്ത പറഞ്ഞ ഒരു സമയത്ത് ഓറഞ്ച് മീഡിയ ഒരു ലൊക്കേഷനിൽ 2 ഷൂട്ട് നടക്കണം, രണ്ട് പാട്ട്
ആര് ഷാനു മഞ്ചേരി എഴുതിയ 2 പാട്ട് ഒരു ലൊക്കേഷനിൽ ഷൂട്ട് എടുക്കുമ്പോൾ ഈ ആൽബത്തിൻ്റെ ഇവർ ഷൂട്ട് എടുക്കുന്ന കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ അപ്പുറത്തെ ആൽബത്തിൻ്റെ അവരെ അങ്ങനത്തെ ഒരു ചെറിയ സബ്ജക്റ്റാണ് 2 പാട്ട് ഷൂട്ട് ചെയ്യണം. ഞാൻ ആ ലൊക്കേഷനിൽ ഒരു പയ്യൻ ഇങ്ങനെ മൊബൈലായിട്ട് നടക്കുന്നുണ്ട്, ടിക്ടോക്ക് എടുത്തിട്ട് ഇതൊക്കെ. ഞാനോട് പറഞ്ഞാൽ 2 പാട്ട് നടക്കണം, ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഏതൊരു നായകയുടെ കൂടെ വന്നൊരു പയ്യനാ. ഞാൻ ഓനെ അന്ന് ഭയങ്കരമായി ചീത്ത പറഞ്ഞു, നമ്മളെ ഫ്രസ്ട്രേഷനുണ്ട്. തീർച്ചയായിട്ടും എമ്മാര് ചീത്ത. ഞാൻ പറഞ്ഞു മേലെ എന്നെ കണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞേക്ക് ഓനൊരു ആൽബത്തിൽ തന്നെ അഭിനയിച്ച് 1 മില്യണോ 2 മില്യണൊക്കെ. ആൾ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം ഞാൻ ചീത്ത പറയുന്ന ഞാൻ ജസ്റ്റ് പറയണം. ഇന്നും എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ വ്യൂസും നിങ്ങളെക്കാൾ കൂടുതൽ വ്യൂസും ഉണ്ട് അയാൾക്ക് ഇതിൽ. ഇന്ന് സോഷ്യൽ മീഡിയ അവൻ്റെ ഓരോ പാട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓനെ കണ്ടിട്ടൊരു സമയത്തേക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് തോന്നി. കാരണം വെച്ചാൽ ഒരു മാസം കഴിഞ്ഞേക്ക് ഇവൻ്റെ നായകനായ ഒരു വർക്ക് ഇറങ്ങി. വർക്കാണെങ്കിലോ അസാധ്യ വർക്ക്, നമ്മളെക്കാൾ ഗംഭീര മേക്കിങ്ങിൽ നായകൻ. അടിപൊളി. ഇന്നും എൻ്റെ 10-50 ആൽബങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ മില്യൺ അബോവാ. അതാണ് ഒരു കലാകാരൻ നമുക്ക് കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. അത് നമ്മൾ കുറച്ച് കണ്ടതല്ല, നമ്മളെ അപ്പോഴത്തെ ഫ്രസ്ട്രേഷനിൽ ചീത്ത പറഞ്ഞു പോയതാ. പറയാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുന്നതാണ് നമ്മളിലുള്ള ക്വാളിറ്റി. ഞാൻ സജീർ കൊപ്പത്തിൻ്റെ അവസ്ഥ. സജീർ കൊപ്പം ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പാട്ട് പാടിക്കാൻ വേണ്ടി എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ബൈക്കിലൊക്കെ എണ്ണ അടിക്കാൻ പൈസ ഇല്ലാണ്ട് വന്ന് എന്നിട്ട് പാടിക്കൊടുക്കുമോ. പാടുന്ന ആൾ പാടിക്കൊടുക്കാണ്ടും പൈസ അഡ്വാൻസ് കൊടുത്തിട്ടും ഒരു പാട്ടിന് വേണ്ടിയിട്ട് പാടിപ്പിക്കാനാണ് വരുന്നത്, പാടാനല്ല. ഓൻ എഴുതിയ ഒരു പാട്ട് പാടിയിട്ട് മറ്റൊരു ഗായകൻ പാടി ഇറങ്ങാൻ ആഗ്രഹിച്ചിട്ട് നടന്നിറന്ന് കാലും എരിഞ്ഞ് പാടണ്ടെന്നെ കായ് വാങ്ങിയിട്ട് പോയി. ആ പാടാൻ പറഞ്ഞ ഗായകൻ എന്നവിടെ, പാടിപ്പിക്കാൻ വന്ന സജീർ കൊപ്പം എന്നവിടെ. അവിടെയാണ് കാലം കണക്ക് പറയും. സലീം കോടത്തൂർ ഒരു സമയത്ത് പാട്ടുകാരാണ് സമയത്താണ് നമ്മളെ എൻ്റെ ലാവുദിക്കുന്ന നേരമായിതാ ഷാനുവാണ് ആദ്യം ക്ലിക്കായത്. ഷാനുവിനെ കൊണ്ടൊരു പാട്ട് പാടിക്കാൻ സലീം കോടത്തൂർ ഒരു കേസ്. ഞാൻ അന്ന് അനുഭവസ്ഥനാണ്. സലീം കോടത്തൂർ അന്ന് എഴുത്തുകാരനാണ്. ഷാനുവിനെ കൊണ്ടൊരു പാട്ട് പാടിക്കാൻ വേണ്ടിയിട്ട് എടപ്പാൾ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഷാനു ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ പൈസ ഇല്ല, 1000 റുപ്യ ഷോട്ട്. ഷാനു പറഞ്ഞു എനിക്ക് ആ പേയ്മെൻറ്റ് ഇട്ടാണ്ട് പോകാൻ പറ്റില്ല. മഴയത്ത് വണ്ടി ഓടിച്ച് ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് ബാക്കി 1000 റുപ്യ ഒപ്പിച്ചിട്ട് പേയ്മെൻറ്റ് കൊടുത്ത സലീം കോടത്തൂർ ഇന്നെവിടെ, വാങ്ങിയ ഷാനു ഇന്നെവിടെ. കറക്റ്റാണ്. ഇന്നത്തെ കാഴ്ചയിൽ ആരെയും വിലയിരുത്താൻ പറ്റില്ല. അത് നല്ല ഒരു പോയിന്റാണ്. അപ്പം അതുകൊണ്ട് പിന്നെ അവർ ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല. നാളെ സോഷ്യൽ മീഡിയയിൽ ഓനെ ഇന്ന് സൂപ്പർ സ്റ്റാർ ജലാൽക്ക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ജലാൽക്കാണ്. നാളെ സോഷ്യൽ മീഡിയ ഞാനാണെങ്കിൽ ഞാനാണ് ഇന്നത്തെ. നാളെ ആരും വരാൻ പറ്റുന്ന പിന്നെ തീർച്ചയായിട്ടും. അല്ലാതെ ഇന്ന് ഞാൻ മാപ്പിളപ്പാട്ടിലെ രാജാവ് ഞാനാണ്, ബാദുഷ് ഞാനാണ്, ഇളമറത്തുമ്പല ഞാനാണ്, ഇന്ന് പറയാൻ പറ്റില്ല. ഒരു 5 കൊല്ലം മുമ്പും ഒക്കെ അല്ല, ഞാൻ 5 കൊല്ലം മുമ്പും ഒക്കെ 5 കൊല്ലം മാപ്പിളപ്പാട്ടിലെ ഇന്നാളെന്നൊക്കെ നമ്മളൊരു ടൈറ്റിൽ പറയും. ഒന്നും പറയാൻ പറ്റില്ല. നാളെ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഒരു പാട്ടെടുത്തിട്ട് പാടി സോഷ്യൽ മീഡിയ ഇട്ട ഓനാണ് താരം, ഓനാണ് സൂപ്പർ സ്റ്റാർ. 5 കൊല്ലം മുമ്പൊക്കെ പല സ്റ്റേജിലും ഞാനും പറഞ്ഞിട്ടുണ്ട്. ആങ്കർ ചെയ്യുമ്പോൾ മാപ്പിളപ്പാട്ടിലെ ഇന്നാൾ അടുത്ത പാട്ട് പാടുന്നു, മാപ്പിളപ്പാട്ടിലെ സൂപ്പർ സ്റ്റാർ ഇന്ന പാട്ട് പാടുന്നു. ഇന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ഓരോ കലാകാരന്മാരുണ്ടായിക്കൊണ്ടിരിക്കും. സിനിമയ്ക്കും അതുണ്ടല്ലോ. ഇപ്പോൾ ഒരു പടം വരുമ്പോൾ അത് ഹിറ്റാണെങ്കിൽ ഓൻ സൂപ്പർ സ്റ്റാർ. അടുത്ത കുറേ കാലത്തേക്ക് ആ പടം ആ കലാകാരൻ്റെ ഇല്ലെങ്കിൽ ഓനെ മറക്കുക, അടുത്ത ആൾ വരിക. ഒരേ ഫീൽഡിൽ കാണാതെ ഒരുമിച്ച് വർക്ക് ചെയ്യാതെ കഴിഞ്ഞുകൊണ്ടായിരിക്കും എത്ര വർത്തമാനം പറഞ്ഞിട്ട് പൂതി തരുന്നില്ല. പിന്നെ നല്ലോണം മനസ്സറിഞ്ഞിട്ടുണ്ട്, പറഞ്ഞതൊക്കെ സത്യമാണ്, ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, ആഗ്രഹങ്ങളാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ആരെയും കളിയാക്കിയിട്ടില്ല, ആരോട് പരാതിയും പറഞ്ഞിട്ടില്ല, സ്വന്തമായിട്ട് നേടിയെടുത്താണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ തിരിച്ചുവരവിൽ ഭയങ്കരമായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ടും സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ പിന്നിൽ നമ്മളെ വർക്കിലേക്ക് എത്തിക്കാൻ നമ്മൾ രക്ഷപ്പെട്ട് കാണണം എന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. ആരൊക്കെ നമ്മളെ എതിർത്താലും ചതിച്ചാലും സ്വന്തം കുഴിച്ചിട്ട് നമ്മളെ കുഴിച്ചിടാൻ വേണ്ടി പ്ലാൻ ഇട്ടാലും ഇതൊന്നും ചിന്തിക്കാതെ നമ്മുടെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നിലധികമോ കൂട്ടുകാരുണ്ടാവും. ഒന്നും നമ്മളടുത്ത് തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ആ ആളെ കണ്ടെത്താൻ കുറേ സമയം എടുക്കും. നമുക്ക് കുറേ കഴിയുമ്പോഴായിരിക്കും ആ ആളെ നമുക്ക് പടച്ചോൻ കാണിച്ചു തരാം, ഇന്ന ആൾ ഇന്നതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പം അതിൽ ഇപ്പം എനിക്ക് ഇവിടെ വന്നപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ 13 വർഷം മുൻപ് സലീമിൻ്റെയും നിസാറിൻ്റെയും ആബിദിൻ്റെയൊക്കെ കൂടെ റഹീം മാധവനാടിൻ്റെ ട്രിപ്പിൽ ദുബായിൽ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ഷമീർ അയ്യൂർ, ഞങ്ങളുടെ അയൽവാസിയും പ്രിയപ്പെട്ട പ്രൊഡ്യൂസറും സുഹൃത്തും എല്ലാത്തിലുപരി മൂപ്പര് എനിക്ക് ആ 13 കൊല്ലം മുന്നത്തെ ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് അറിഞ്ഞിട്ടുണ്ട്. കാരണം
എൻ്റെ ഓർമ്മകളിലെ എൻ്റെ സന്തോഷത്തിലെ ഏറ്റവും നല്ല ടൈമാണത്. അതിൽ ഞാൻ മറന്നുപോയ ഒരു കാര്യം, ഒരു സമയം അതെനിക്ക് തിരിച്ചു കിട്ടി. ആ ഒരു വ്യക്തി നിങ്ങളെ കൂടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. രൂപത്തിലും സ്റ്റൈലിലൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പം കൂട്ടുകെട്ട് എന്ന് പറയണത് നമ്മളെ ഹൃദയം എന്താണോ അത് തിരിച്ചറിയുന്ന ഒരാളായിരിക്കും. അത് വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഷാനിഫിൻ്റെ ഇതുവരെയുള്ള വളർച്ചയിൽ, തളർച്ചയിൽ, തകർച്ചയിൽ ഒക്കെ കുറച്ച് സുഹൃത്തുക്കളുണ്ടാവും. അതിൽ ഇപ്പോഴും ആ സുഹൃത്തുക്കൾക്ക് നമ്മളെക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടാവും. കാരണം നമ്മൾ ഓരോ വിജയത്തിലും ഒരു അഭിമാനിക്കും, സന്തോഷിക്കും, ഒരു മുഖത്ത് കാണാതെ അക്കൂട്ടത്തിൽ പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾ. സൗഹൃദങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ തീരൂല, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അങ്ങനെ വെച്ചാൽ ഫീൽഡിൽ കൊണ്ടുവന്നതല്ല, ഫീൽഡിൽ വന്നിട്ട് കിട്ടിയ കുറേ സൗഹൃദങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിലേക്ക് സംസാരിക്കാൻ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. കാരണം ഇങ്ങോട്ടുള്ള ഇങ്ങോട്ട് ഇപ്പോൾ ദുബൈയിലേക്ക് വരുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾക്ക് GCC കൺട്രിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അതിൽപ്പെട്ട സൗഹൃദങ്ങളിലുള്ള ആൾക്കാരാണ് സമീർ അരൂർ, അതുപോലെ ഹാഷിം ഹമൂദി, മനാഫ്ക അങ്ങനെയുള്ള കുറച്ച് സൗഹൃദമാണ് അന്നും ഇന്നും ഞാൻ നിലനിർത്തി പോകുന്ന സൗഹൃദങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് അവർ. ബാക്കി മാർക്കറ്റിംഗ് കമ്പനിയൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ദുബായിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വേറെ തന്നെ. അതെ സാദിഖ് വാവ, അഷറഫ് ഖാനൊക്കെ പണ്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു കലാകാരൻ ഇവിടെ വന്നിറങ്ങുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും നമുക്ക് ഭക്ഷണം തന്നും, നമുക്ക് റൂം തന്നും, നമ്മളവിടെ സംരക്ഷിച്ച്, വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് തന്ന്, ഷൂട്ട് ഉണ്ടെങ്കിൽ അതിനൊക്കെ സഹകരിച്ച് തിരിച്ചു പോണവരെ നമുക്ക് ലഗേജൊക്കെ തന്ന് നമ്മളിവിടെ നിന്ന് കയറ്റി. ഇവരൊക്കെ പിറ്റത്തെ മാസം അവിടെ കാണുമെങ്കിലും ഇവിടെ വരുമ്പോൾ അതിൽ പെട്ടതാണ് നമ്മളുടെ മനാഫ് ഖാനായിട്ടുള്ള കണക്ഷൻ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിസിറ്റിങ്ങിന് ഞാൻ ഒരുപാട് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് കമ്പനിക്ക് വേണ്ടി ഒരുപാട് വർക്ക് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പല രീതിയിലും അദ്ദേഹത്തിൻ്റെ സഹായം പ്രവാസി എന്ന നിലയിൽ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നും ആ സ്നേഹബന്ധം ഇന്നും വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാസി സൗഹൃദത്തിലൊരാളാണ് മനാഫ്ക. ഈ മനാഫ്ഖിനെ കുറിച്ച് പറയുമ്പം നമ്മളെപ്പോലത്തെ കലാകാരന്മാർ ഉണ്ടായതിന് പിന്നിൽ, വർക്കുകൾ ഉണ്ടായതിന് പിന്നിൽ, ദുബായിലേക്ക് സ്റ്റേജ് ഷോയ്ക്ക് വന്നതിൻ്റെ പിന്നിൽ കുറേ കലാകാരന്മാരെ കൂടെ ജീവിതം മൊത്തം മാറ്റി വെച്ചിട്ട് ലൈഫ് മൊത്തം ആർട്ടിസ്റ്റേക്ക് കൊടുത്തിട്ടുള്ള ഒരു കലാകാരനാണ് മനാഫ് മെട്രോ. ഞാൻ ഗാലറി വിഷൻ്റെ ഈ ഫ്ലോറിൽ ഷർഫൂൻ്റെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടത് മനാഫ്ഖിനെയാണ്. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ പഴയ കുറേ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മൈൻഡിൽ നിന്ന് ഈ ഫീൽഡ് വിട്ടു പോയപ്പം മറന്നുപോയിട്ടുണ്ട്. കാരണം തിരിച്ചു വരും പ്രതീക്ഷിക്കണില്ല. എനിക്ക് തോന്നുന്നു മനാഫ്കാടെ ലൈഫ് സ്റ്റൈലിൽ അയാളുടെ വിജയപരാജയങ്ങൾ ഒക്കെ പോയിട്ടുള്ളത് ഇതേപോലുള്ള നമ്മളെപ്പോലെ കലാകാരന്മാരുടെ സ്നേഹബന്ധങ്ങളിൽ കൂടെ ആൾക്ക് വിജയിക്കാനും പറ്റിയിട്ടുണ്ട്, പരാജയപ്പെടാനും പറ്റിയിട്ടുണ്ട്. രണ്ടുണ്ടായിട്ടുണ്ട്. അതിൽ വിജയിക്കുന്ന സമയങ്ങളിലും പരാജയപ്പെട്ട സമയങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഒരു സൗഹൃദം. പിന്നെ സമീർ അരൂർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഏകദേശം വളരെ കുറച്ച് പാട്ടുകളാണ് എഴുതിയിട്ടുള്ളൂ. 10-15 പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമുള്ള ഒരു മനുഷ്യനാണ് അയാൾ. പലപ്പോഴും ഞാനത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് പല രീതിയിലും. കാരണം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പലർക്കും പല മൈൻഡാണല്ലോ. എനിക്കാവില്ല, ഇപ്പോൾ ജലാൽക്ക ചെയ്യുന്ന ഡയറക്ഷൻ വേറെ മൈൻഡ് കൊടുക്കാൻ തോന്നുന്നു. ഞാൻ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ പല ഡയറക്ടേഴ്സിനെ കാണുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി നിങ്ങളെ വർക്കിന് കിട്ടും. അങ്ങനെ കുറേ വർക്കുകൾ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇൻ്റേത് ഐഡിയ മാത്രമേ നിങ്ങൾ പ്രേക്ഷകർക്ക് കൊടുത്തിട്ട് കാര്യമില്ല, ഇഷ്ടത്തിൻ്റെ പുറത്ത് നിൽക്കരുത്. ഞാൻ കുറേ ആൾക്കാരെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരാളാണ്. ആദ്യം അയിരൂരിൽ നിന്നുമുള്ള ഒരു ലിറിക്സ് റൈറ്ററാണ് ആദ്യം അയിരൂരിൽ. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു നാടാകുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു നാട്ടിൽ എത്രത്തോളം നമുക്ക് ഹേറ്റേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും എന്നുള്ള നിങ്ങൾക്കറിയാം. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇന്നെ കലാപരമായ ജീവിതത്തിൽ കൈപ്പിടിച്ചിട്ട് ഉയർത്തിയിട്ടുള്ള, പ്രൊഡ്യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റുള്ള കുറേ കണക്ഷൻ തന്നിട്ടും, വേറെ ടീമിൻ്റെ വർക്ക് ഷാനിഫ്ക്ക് അങ്ങനെ ഒരു വർക്ക് ഉണ്ട്, അത് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്നൊരു പ്രൊഡ്യൂസർ നാട്ടിൽ വരുന്നുണ്ട്, അദ്ദേഹത്തിന് വർക്ക് ചെയ്യണം, ഞങ്ങൾ പേര് പറഞ്ഞിട്ട്. സോ ഇന്ന് ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു, അത് നിങ്ങളെന്നാ പോകുന്നത്, നിങ്ങൾ ന്യൂ ഇയറിന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടാവും നിങ്ങൾക്കൊന്ന്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാനിവിടെ നിന്നിട്ടൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം കൊണ്ടാണ്, അല്ലാതെ എന്നെ അവർ വിളിച്ചിട്ടല്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ന്യൂ ഇയർ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അത് ഞാൻ സജസ്റ്റ്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സമീർ അരൂർ. അദ്ദേഹം എഴുതിയ പാട്ടൊക്കെ ഒരുപാട് സലീം കൊടുത്തൂരും മറ്റുള്ള സിംഗേഴ്സും ഒക്കെ പാട്ട്. ഉമ്മാടെ പാട്ട്
അദ്ദേഹം എഴുതിയ പാട്ടിലത്തെ ഞാൻ കഴിഞ്ഞ മാസം ഡയറക്റ്റ് ചെയ്തൊരു പാട്ടായിരുന്നു. എൻ്റെ എല്ലിൻ പാതിയാലെ പടച്ചറുഹോതി. അത് ഭയങ്കര, അതിൻ്റെ വരിയൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള വരി, പിന്നീടുള്ള വരികളൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ക്വാളിറ്റി വൈസുള്ള കുറേ പാട്ടുകൾ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സൗഹൃദം ഇന്നും പ്രവാസ ലോകത്തും നാട്ടിലും വന്നാൽ നിലനിർത്തി പോകുന്നുണ്ട്. അതിനിടയിൽ എനിക്ക് യു എയിലോട്ടുള്ള മറ്റ് സ്റ്റേജ് പ്രോഗ്രാം, ആഡ് ഷൂട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ബേസിലേക്ക് പിന്നെ ഒരു എൻട്രി കിട്ടാണ് ഹാഷിം ഹമൂദി. ഹാഷിം ഹമൂദിയെ ഞാൻ ഒരു മാക്സിമം ഒരു 3 വർഷം മുമ്പാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തൊരു വർക്കുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടുമുട്ടുന്നു. ആ ബന്ധവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ പ്രൊജക്റ്റിനും ഒക്കെ ആയിട്ടാണ് ഇപ്പോഴും യു എയിൽ വന്നിട്ടുള്ളത്. നിലവിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്പോൺസറിലാണ് വന്നിരിക്കുന്നത്. ഷാനിഫ് അയ്യൂർ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ, വിജയത്തിൻ്റെ ഒരു പിന്നിൽ, നമ്മളെ കാസറ്റ് സീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം സോഷ്യൽ മീഡിയയാണ് പിന്നെ തീരുമാനിക്കുന്നത് ആര് ഹൈ പോകണം ആര് ലോ പോകണം. എന്തായാലും ഷാനിഫിൻ്റെ പിന്നിൽ ചങ്കുകളായിട്ടുള്ള സുഹൃത്തുക്കൾ, സോഷ്യൽ മീഡിയയിൽ തലയുള്ള കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാവും. നമ്മൾ ഇന്നിപ്പം കൊണ്ടുനടക്കുന്നത് എൻ്റെ സുഹൃത്ത് അവനീസ് പുനൂർ എന്ന് പറഞ്ഞ പേര് പോലും എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും ഞാൻ പരിപാടി നിർത്തി പോയിട്ട് എൻ്റെ പേജ് ഒന്നും അടക്കി പൂട്ടി, ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ. പക്ഷേ അതൊക്കെ എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്ത് അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ മുപ്പരെടുത്ത് പൊക്കി യൂട്യൂബും കാര്യങ്ങളും. നമ്മളോടുള്ള ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട്. അതേപോലെ ഷാനിഫിൻ്റെ പിന്നിൽ ഒറ്റ വാക്കിൽ പറയാം, അജ്മൽ എനിക്ക് ചോദ്യത്തിന് അജ്മൽ അമിഗോസ്. എനിക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞ ഇൻസ്റ്റാ സത്യം എൻ്റെ ഇൻസ്റ്റാ. ഞാൻ അജ്മലാണെന്ന് എനിക്കറിയില്ല. അതെന്താ എനിക്ക് ഈ സംഭവം, ഈ അജ്മൽ എന്ന് പറയുന്നത് ഗാലറി വിഷന്റെ ക്യാമറമാൻ ആണ്, ടെക്നിക്കൽ സൈഡ്. എനിക്കെന്നല്ല സമീർ അയ്യൂരിനും. അതെയാ, ഇതൊക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളൂ. ഇതിൻ്റെ ഒരു സംഭവം. എൻ്റെ ലെഫ്റ്റിലുള്ള ക്യാമറയാണത് അജ്മലാണ്, ഫ്രണ്ടിലുള്ളത് അൻഷാദാണ്. ഒരൊറ്റ മിനിറ്റ് ഭയങ്കര സന്തോഷം തോന്നി അജ്മലെ, ഇത് അനക്കുള്ളതാണ്. കാരണം നമ്മളെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ടെക്നീഷ്യൻ വേറൊരു കലാകാരൻ്റെ പിന്നിൽ കാലം മാറിയതിനനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കലാകാരനെ വളർത്താൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല തിരിച്ച്, അല്ലേ? ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തിൻ്റെ പേരിൽ മാത്രം ഇത്രത്തോളം വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സർപ്രൈസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ക്യാമറയ്ക്ക് ലുക്ക് കൊടുത്തിട്ട് പറയണത്. ഇത് കാണുന്നവർ മനസ്സിലാക്കണം. കാരണം നമ്മളെ പിന്നിൽ നമ്മളറിയാണ്ട് നമ്മളെ വളർത്താൻ കുറേ ആളുകളുണ്ട്. അതിൽപ്പെട്ടത് എന്താ അറിയോ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലത്തെ മെസ്സേജ് ഞാൻ ഇന്നലെ ആഷിം ഖാനെ കൂടെ നോക്കിപ്പിച്ചു. സത്യം. അപ്പം നിങ്ങൾ ചിരിക്കും, നിങ്ങൾ വിചാരിക്കും ഇയാളെ. ഞാൻ ഇവിടെ ചോദിച്ചു, അതേ ഒരു മെസ്സേജ് ഉണ്ട്, സെമീറായി ഒരു മെസ്സേജ് ചെയ്തിരുന്നു, പുതിയ ഇവിടുത്തെ വർക്കിന് ഒരു നായികര. ഞാൻ പറഞ്ഞു ഇത് ഏതിലേക്ക് അയച്ചിട്ട് നോക്ക്. അവനോട് ഇതിലാണ് ഞങ്ങൾ മെസ്സേജ് നോക്കുക. സത്യമായിട്ടും ഈ ഇൻസ്റ്റയുടെ മെസ്സേജ് നോക്കിയ ഞാൻ കളവ് പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞാണ്. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇൻസ്റ്റയിലത്തൊക്കെ മെസ്സേജ് ചില സമയത്ത് അജ്മലൊക്കെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ എൻ്റെ ഓഫീസിൽ നിങ്ങൾ ഇൻസ്റ്റ എന്തേ കാണുക നോക്കും. എന്നിട്ട് കാണാം ഇതാ വെച്ചിരിക്കണ്. അത് പറഞ്ഞ കോമ്പടി ഞാൻ പറയും, ഞങ്ങൾക്ക് ഫോളോ ബാക്ക് വന്നൊക്കെ ഞെക്കാൻ പേടിയാ. കാരണം വെച്ചാൽ ഫോളോ ബാക്ക് അക്സെപ്റ്റ് ചെയ്യാനാണോ അതോ ഞാൻ അങ്ങനെ തിരിച്ചു പോണേ. അത് കാരണം സത്യം പറയട്ടെ, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തരത്തിലുള്ള ആരും വിശ്വസിക്കില്ല കേട്ടോ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ചാനലൊക്കെ പോയി അറിയാണ്ട് എന്റെ 55,000 സബ്സ്ക്രൈബർ ചാനൽ എങ്ങനെ കൊണ്ടുവരേണ്ടത് അറിയാണ്ട് അവർക്ക് പോയി. അതെയാ, ആരോട് പറയാ? കാരണം എങ്ങനെ കൊണ്ടുവന്നറിയില്ല. ഇവരോട് ചോദിക്കുമ്പോ പറയാ അതാക്കി ഇവിടെ ഇല്ലല്ലോ. ഇല്ല, എനിക്ക് അതിൽ ബിസിനസ് പരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പം ഇന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ റോങ് ആവില്ല എന്ന് വിചാരിക്കണം, കണ്ടെത്തലാണ്. പിന്നെ തിങ്കളാഴ്ച പാട്ടിന് ലക്ഷങ്ങൾ പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. എനിക്ക് പല ഉണ്ണിയെ എന്തായി പറയണത്? ഇന്ന് പണ്ടത്തെ പോലെ ഒന്നുമല്ല. കാരണം നമുക്ക് വരുന്നതൊക്കെ ഇന്ന് അറിയാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കില്ല. ചിലപ്പോൾ നിങ്ങളെ ബിസിനസ് ടിക്കായിരിക്കാം, അല്ലെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുന്നതായിരിക്കാം. സത്യത്തിൽ അതിൻ്റെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. കോപ്പിറൈറ്റ് എടുക്കുന്നത് ഗാലറിയാണ് കോപ്പിറൈറ്റ് വരുന്നത്. അതിന്റെ മാർക്കറ്റിംഗ് സർമിഡിയാണ്, സത്താർക്കാണ് അതിന്റെ മാർക്കറ്റിംഗ്. അത് റിലീസ് ചെയ്തത് ഫസ്റ്റ് ചാനല് സത്താർക്കല്ല, വീഡിയോ എന്റെ ചാനലാണ് റിലീസായത്. അതിന് നല്ലൊരു എമൗണ്ട് എനിക്ക്, അത് ഏകദേശം 1.2 മില്യൺ ആണ്. ആ ചാനൽ ഫ്ലവേഴ്സ് ഫസ്റ്റ്. അതിന് എനിക്കൊരു എമൗണ്ട് വന്നിരുന്നു. ആ ചാനൽ ഇപ്പൊ പോയി. ആ ചാനൽ ഇപ്പൊ നിലവിലുണ്ട്, പക്ഷെ മോണിറ്റേഷൻ കട്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും അറിയാത്തോണ്ട് അതങ്ങനെ പോയി കിടക്കാണ്. പിന്നെ ഇത്രയും നേരം സംസാരിച്ചപ്പോഴുള്ള ചിരിയല്ല മുഖത്ത്. പിന്നെ അതിന്റെ ഓഡിയോ കിടക്കുന്നത്
മറ്റേ സത്താർക്കാടത്താണ്. ഇതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ അത് പല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പലരും ട്രോളായിട്ട്. മില്യൺ കണക്കിനുണ്ട്. അത് പല ഇൻസ്റ്റയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, റീൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ടിക്ടോക്ക്, അങ്ങനെ പല മേഖല, സ്പോട്ടിഫൈ, കുറേ മേഖലയിലുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒക്കെ ഒരു വരുമാന മാർഗം, ഏത് രീതിയിലാണ് അതിനെ ഇനി എനിക്ക് ഇന്നെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തമില്ല. സോ അതിൻ്റെ അത് നമുക്ക് പറയാതൊരു കാര്യം പറഞ്ഞോണ്ട് ഓഡിയൻസിനോട്. അതായത് ഒരു പാട്ട് ഇറങ്ങിയിട്ട് ട്രോൾ ചെയ്യുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, മോശം കമൻ്റ് ഇടുന്നവരുണ്ട്, ഭയങ്കരമായിട്ട് തെറി കളിക്കുന്നവരുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, പാട്ടൊരു കലാസൃഷ്ടിയാണെങ്കിൽ അത് 100 ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും 150-ൽ പരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ പാട്ടുകളുണ്ട്. ദുനിയാവിൻ്റെ ഏത് അറ്റത്തിരുന്നു കഴിഞ്ഞാലും പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള പാട്ടുകാരുടെ ആ ഒരു പാട്ട് കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബ്രാൻഡ് കയറിയിട്ടുണ്ട്, പേര് കയറിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിന് ഒരുപാട് റിട്ടേൺ സാധ്യതകളുണ്ട് അല്ലേ, പൈസ കിട്ടാൻ സാധ്യതകളുണ്ട്. അപ്പം തമാശിക്കുമ്പോഴും ട്രോൾ ചെയ്യുമ്പോഴും ഒക്കെ വരുന്നത് വരുമാനമാണെന്നുള്ള ബോധം നമുക്കുണ്ട്. അപ്പം അതിൽ സാധ്യതകളുണ്ട്. പക്ഷെ അത് ഏത് രീതിയിലാണുള്ളത് പലർക്കും അറിയില്ല, പല ആൾക്കാർക്കും അറിയില്ല. അതിപ്പോ ഈ പാട്ടെന്നല്ല, ടോട്ടലി ഇതുപോലെ പാട്ട് ചെയ്ത് പുറത്തിറക്കുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സും പാടുന്ന ഗായകന്മാരും ഇതുപോലെ ഹിറ്റായതും വൈറലായതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള എല്ലാ ഡിജിറ്റൽ റൈറ്റ്സ് ഉണ്ട്. അപ്പൊ അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. എൻ്റെ കാഴ്ചപ്പാടിൽ പിന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടാമത് ഫീൽഡിലേക്ക് തിരിച്ചു വന്നപ്പം ഗാലറി വിഷൻ്റെ ഫ്ലോറിൽ ഷാഫിൻ്റെ കൂടെ പോയപ്പോൾ ഷെർഫുണ്ട്, എന്താ പാട്ടൊക്കെ ചെയ്യും, പഴയ പോലെ ഒന്നുമല്ല, പണ്ടൊരു കാസറ്റും സീഡിയാണ്, ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. അതെനിക്ക് തുറന്നു പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഒറ്റയടിക്ക് 5 വർക്ക് ഇറക്കി. അപ്പോൾ വിഷ്വലൊന്നും ചെയ്തിട്ടില്ല, അതെന്താവണമെന്നൊന്നും ഞാൻ നോക്കണില്ല, ചെയ്തു വെച്ച്. പക്ഷേ അത് പണ്ട് സീഡിയും കാസറ്റും ചെയ്തതിനേക്കാൾ കൂടുതൽ പ്ലാറ്റ്ഫോമുകളിൽ ആ പാട്ട് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ മാർക്കറ്റിങ്, നമ്മളെ പാട്ടുകൾ മാർക്കറ്റ് ചെയ്യാൻ ഗാലറി വിഷൻ പോലത്തെ ഒരു കമ്പനി. ഇതൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞതും ഗാലറി വിഷൻ വഴിയാണ്. ഗാലറി വിഷൻ വഴിയാണ് വീണ്ടും ഇതിങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്, ഇങ്ങനെ ചെയ്താൽ ഈ വഴി പോയി കഴിഞ്ഞാൽ എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റിട്ടേൺ എന്തെങ്കിലുമൊക്കെ കിട്ടും, ഇൻസ്പിറേഷൻ കിട്ടും എന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഗാലറി വിഷനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ 10-15 വർഷമായിട്ട്, നിങ്ങളാണെങ്കിലും ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞത്, 15 വർഷമായിട്ട് ഈ ഫീൽഡ് ഉണ്ടായിട്ട് ഇവരൊക്കെ കൂടെ ഇവർക്ക് വേണ്ടി നമ്മൾ സമയം ചിലവഴിച്ചും നമ്മളുടെ കഴിവ് കൊടുത്തിട്ടും നമ്മളെ സമയവും നമ്മളുടെ ഈവൻ സാമ്പത്തികം വരെ പല ഇതിൽ നമ്മൾ സാമ്പത്തികം വരെ കൊടുത്തിട്ട് നമ്മൾ ഇവരെ കൂടെ 10-15 കൊല്ലം നമ്മൾ നിന്നിട്ട് ഇതിനിങ്ങനൊരു സാധ്യത ഉണ്ട് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചത് ഗാലറി വിഷനാണ്. അതിൻ്റെ ഉദ്ദേശം ബാക്കിയുള്ളവർ കൂടെ രക്ഷപ്പെടാൻ ഇങ്ങനെ ഒരു വഴിയുണ്ട്. എൻ്റെ അടുത്ത് കിടക്കാം, ഞാൻ അതിന് തെളിവാണ്. ഞാനിപ്പോൾ ഉള്ളത് ദുബായിൽ, അറിയാലോ, ഗാലറി വിഷൻ്റെ ഫ്ലോറിലാണ്. പണ്ടത്തെ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ മുകളിലും ഇപ്പം രണ്ടാമത് കൊച്ചിയിൽ വെച്ചിട്ട് എനിക്ക് തന്ന ഒരു സപ്പോർട്ട്, എൻ്റെ ഹൃദയത്തിൽ അത് രക്ഷപ്പെടണം അല്ലെങ്കിൽ ഒരു വഴിയുണ്ടെന്ന് തുറന്നു പറഞ്ഞുതരാൻ ആരും ഉണ്ടാവില്ല. അത് പറഞ്ഞു തന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ ഗാലറി വിഷനിലൂടെ ഉണ്ട്. അതുപോലെ തന്നെ പാട്ടിൻ്റെ മേഖലയിൽ വിശാലമായി കിടക്കുന്ന സാധ്യതകളുണ്ട്, ആർക്കും കണ്ടെത്താൻ പറ്റാത്തത് ഗാലറി വിഷൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, സാധ്യതകളുണ്ട് എന്നാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം തുറന്നിടുമ്പം അത് പറയാൻ കാണിച്ച ചങ്കൂറ്റം ഗാലറി വിഷൻ തന്നെയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ച് അതിൽ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി ഷർഫ് ഗാലറി വിഷനോട്. ഒരുപാട് തിരക്ക്, ഒരുപാട് പാട്ടുകൾ, ഒരുപാട് കണ്ടൻറ്റുകൾ, തലയിൽ മൊത്തം, സ്ഥാപനം മൊത്തം തിരക്ക് പിടിച്ചിട്ടുള്ളതിൻ്റെ ഇടയിൽ പണ്ടത്തെ കൂട്ടുകാരെന്നുള്ള രീതിയിൽ നമ്മളോട് ഇതൊക്കെ തുറന്നു പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടാണ്. കുറേ ആളുകൾ ഇനിയും ഈ ഫീൽഡിലേക്ക് വരാൻ പോണ തലമുറയ്ക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഗാലറി വിഷൻ അറിയാം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ബാക്കിയുള്ള കമ്പനിയിൽ നിന്ന് സംതിങ് സ്പെഷ്യലാണ്. അപ്പം അതിൽ ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ മറ്റേ ഫണ്ടുകളൊക്കെ കിട്ടുമ്പം വിളിക്കുക, ഒരു ഫുഡൊക്കെ തരാം. അജ്മലിനെ ഞാൻ ബ്രിട്ടോ എന്ന് വിളിക്കാം. ഞങ്ങൾ അവിടെ നാട്ടിലിട്ട പേരാണ് ബ്രിട്ടോ. അതെ, നിങ്ങളെ ആ ബ്രിട്ടോ പേര് ഇവിടെ എങ്ങനെ കിട്ടി? എനിക്ക് ഞാൻ അജ്മലിനും കിട്ടണില്ല, അമിഗോസും കിട്ടണില്ല. അപ്പം വാട്സപ്പിനകത്ത് ബ്രിട്ടോ ഉണ്ട്. അവിടെ കുറെ പേരുണ്ട്, അജ്മൽ അമിഗോസ്, അജ്മൽ ബ്രിട്ടോ. ബ്രിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടവരോ, അപ്പോൾ ബ്രിട്ടോ എന്ന് വിളിക്കാം. അവനത് അക്സെപ്റ്റ് ആണ്. എന്തായാലും കഴിഞ്ഞു പോയ കാലങ്ങളിൽ കൂടെ നിന്നവരെയൊക്കെ നെഞ്ചോട് ചേർത്തിട്ട് ഓർമ്മിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷമാണ് പറഞ്ഞതെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞപ്പം ഷാനിഫിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓർമ്മകളിൽ എൻ്റെ കണ്ണും നിറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നല്ല ബെസ്റ്റ് ടൈമാണ് ഷാനിഫിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയ ടൈം. ഞാനും ഒരുപാട് സന്തോഷം. കാരണം പറയുകയും ചെയ്ത് പഴയ കാലം ഓർമ്മയ്ക്ക് ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും ഇല്ലല്ലോ. ഇന്നെ ഓൾറെഡി ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ ചില ആൾക്കാർ ഫ്രണ്ടിൽ എൻ്റെ മുന്നിലിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളൊരു ഫാൻ ബോയാണ്.
അപ്പോൾ നിങ്ങളെക്കാട്ടിൽ കൂടുതൽ എക്സൈറ്റ്മെൻറ്റും നിങ്ങളെക്കാട്ടിലും സന്തോഷം എനിക്കാണ്. കാരണം ഇന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം. ഇതിൽ എനിക്ക് ഈ ഒരു സന്തോഷം കിട്ടാൻ കാരണം ഇവിടെ വേറൊരു ആങ്കേഴ്സ് വേറെ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ നിന്നാണ്. ഷറഫാണ് പറഞ്ഞത് ജലാൽ ചെയ്താൽ മതി ഷാനിഫിനെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ല മറ്റവരിലേക്ക് തന്നെ പോട്ടെ, കാരണം ചിലപ്പോൾ അത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പടി മുകളിലേക്ക് ഷാനിഫിന് ക്രെഡിറ്റ് കിട്ടണം എന്നുള്ള എൻ്റെ പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ്. ഷറഫ് പറഞ്ഞല്ല ജലാലിന് ചെയ്താൽ മതി, ഓനെ ചെയ്യാൻ സംസാരിച്ചുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അല്ല എനിക്കതൊരു ലക്കായി, കാരണം ഞാനല്ല സത്യത്തിൽ അതിൽ അതാണ് ചില കാര്യങ്ങൾ നമുക്ക് ഗിഫ്റ്റായി. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏറ്റവും നല്ല ടൈമായിട്ട് ഞാൻ കാണുന്നു ഈ ഒരു സംസാരം. കാരണം നമ്മൾ ഫീൽഡിലുള്ളവരാണ്, എനിക്ക് കുറേ ഓർമ്മകൾ തന്ന്, കുറേ ഷാനിഫിൻ്റെ ക്വാളിറ്റി തന്ന്, എൻ്റെത് ഞാൻ അടക്കി പിടിച്ചതാണെങ്കിലും എനിക്കത് ഓർമ്മിക്കാനുള്ള അവസരം ഷാനിഫ് വന്ന്, കുറേ ചിരിച്ചതൊക്കെ നിറഞ്ഞ കണ്ണിലാണ്. അതെ, സന്തോഷമാണ്. അതിൽ സുഹൃത്തുക്കൾ പറഞ്ഞ് അതിൽ എനിക്കിവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ടവരിൽ കുറേ എല്ലാവരും ഇഷ്ടമാണ്. അതിൽ പിന്നെ നമ്മൾ തുടക്കത്തിൽ ഒരാളായിട്ട് ജോയിൻ ചെയ്യുമ്പം നമുക്കൊരു മുഹബത്ത് ഉണ്ടാവില്ലേ, ആ ഒരു സുഹൃത്താണ് ഇവിടെയുള്ള എല്ലാവരും. അപ്പം അതിൽ അവരൊക്കെ നമ്മളെ ഭാഗമായിട്ട് വരുമ്പം നമുക്കൊരു പവർ ഉണ്ടാവും. അത് നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ് നമ്മളെ വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒറ്റക്കൊന്നും ആർക്കും വിജയിക്കാൻ പറ്റത്തില്ല. കൂട്ടത്തിലുള്ള ആളുകളെ സപ്പോർട്ട് തന്നെയാണ് പല വർക്കിൻ്റെയും ഒരു വ്യക്തിൻ്റെയും വിജയം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അത് ക്യാമറ ചെയ്യുന്നവൻ പോലെ ആണെങ്കിലും നമ്മളെ വിജയത്തിൻ്റെ പിന്നിൽ ഓരുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ടൈം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഏറ്റവും നല്ലൊരു ടൈം നമ്മുടെ ദുബായിലെ ഗാലറി വിഷൻ്റെ ഈ ഒരു പരിപാടിയിൽ, ഗാലറി വിഷൻ മീഡിയയിലെ ഈ ഒരു പരിപാടിയിൽ എനിക്ക് സമ്മാനിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. വന്നതിലും ഒരുപാട് നന്മ നിറഞ്ഞ മനസ്സായിട്ട് വിജയങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. കൂടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്, പടച്ചവനും നമ്മളും എല്ലാവരും. താങ്ക് യു സോ മച്ച്. ഈ ഒറ്റ ചോദ്യം, വലൈക്കും അസ്സലാം, ഒറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് നിർത്താണ്. ഗൾഫിൽ കൊല്ലങ്ങളായിട്ട് വരുത്തുന്നുണ്ട്. ഗാലറി വിഷൻ്റെ ഈ ഒരു ഫ്ലോർ കണ്ടപ്പം പ്രതീക്ഷകൾ എന്തായിരുന്നു? പ്രതീക്ഷനപ്പുറമാണ്. കാരണം ഞാൻ കൊച്ചിയിൽ ഫ്ലോറിൽ ഞാൻ ഓൾറെഡി പോയിട്ടുള്ളതാണ്. അതിനെക്കാട്ടും ബെറ്ററാണ് എന്തുകൊണ്ടും. അതിനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഏത് രീതിയിലുള്ള എല്ലാ മേഖലയിലും, വീഡിയോ മേഖല അല്ലെങ്കിൽ ഓഡിയോ മേഖല, പ്രൊഡക്ഷൻസ് ആയിക്കോട്ടെ, പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, മറ്റ് ഫോർഷൂട്ടുകളായിക്കോട്ടെ, തീർച്ചയായിട്ടും എല്ലാവരും വരേണ്ടതും ഇവിടെ വന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ ഫ്ലോറിൻ്റെ ഒക്കെ ഒരു ഭംഗി മാത്രമല്ല, ടെക്നിക്കൽ പരമായിട്ടാണെങ്കിലുള്ള സൗഹൃദങ്ങളും എല്ലാം ഓക്കെയാണ്. അപ്പോൾ ദുബായിൽ UAE സൗഹൃദങ്ങൾ, പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർ, അതേപോലെ ഇൻ്റർവ്യൂ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള മാർക്കറ്റിംഗ് എന്തുണ്ടെങ്കിലും ഗാലറിയിലേക്ക് വരട്ടെ. തീർച്ചയായിട്ടും ഗാലറിയുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ അനുഭവിച്ചറിയട്ടെ. അതാണ് മീഡിയ സ്റ്റുഡിയോ കാണുകയും വേണം. ഇവരുടെ മ്യൂസിക് കമ്പനീൻ്റെ ഏറ്റവും വലിയ വാല്യൂ ഒരു രാത്രി കൊണ്ടൊരു പാട്ട് പാടിയിട്ട അത് വേൾഡ് വൈഡാണ്. അതെ, അതിൽ ഗാലറി വിഷൻ എന്നൊരു പടി മുന്നിൽ തന്നെയാണ്. പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ പണ്ട് ആൽബങ്ങൾ ചെയ്ത് അഭിനയിച്ച് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിട്ടുള്ള ഗാലറി വിഷൻ്റെ ഈ ഒരു സ്ഥാപനം ഷറഫ് ഗാലറി വിഷൻ എന്ന് പറയുന്ന പെരുമ്പാവൂരുകാരൻ്റെ ആണ്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവനാണ്. എന്തായാലും ദുബായിൽ ഒരുപാട് ആളുകൾ ഗാലറി വിഷനിലൂടെ പുറലോകം അറിയട്ടെ. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ബാക്കപ്പ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കാം. ഇനിയും സഹകരണം ഉണ്ടാവണം തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഓക്കെ.